ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 8-ാം തിരുവചനം ഇപ്രകാരമാണ്: ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ടുള്ള സ്നാനം നൽകി, അവനോ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് സ്നാനം നൽകും. സ്നാപക യോഹന്നാൻ യേശുവിനെ പറ്റി പറഞ്ഞ ഈ വാക്കുകൾ സ്നാപക ദൗത്യം തന്നെയാണ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. എല്ലാവരെയും യേശുവിലേക്ക് നയിക്കുകയെന്ന തന്റെ ദൗത്യം യോഹന്നാന് അതിന്റെ പരിപൂർണതയിൽ നിർവഹിക്കുവാൻ സാധിച്ചു എന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, സ്നാപക യോഹന്നാന്റെ ജീവിതം നമ്മെ ഒരുപാട് സത്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ദൈവിക ശുശ്രൂഷയിൽ അഥവാ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നതിൽ നമ്മുടെ മനോഭാവങ്ങളും ചിന്തകളും എപ്രകാരമുള്ളതാണ്. യോഹന്നാൻ ഏറ്റുപറഞ്ഞതുപോലെ, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തനാണ്, അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന എളിമയുടെയും വിനയത്തിന്റെയും ഭാവം ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ ഉതകുന്ന വിധത്തിലുള്ള ഒരു ജീവിത ശൈലിയാണോ നമുക്കുള്ളത്? സ്വയം നമ്മെ തന്നെ വിലയിരുത്തി നമ്മുടെ ജീവിതവും പ്രവർത്തനങ്ങളും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാനായി ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.